ഹായ്! പാചകം അറിയാത്തവരാണോ നിങ്ങൾ? എങ്കിൽ ദേ ഈ സാമ്പാർ ഒന്ന് കണ്ടു നോക്ക്. പെട്ടെന്ന് എത്ര അറിയാൻ മേലാത്തവർക്കും ഈ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ പരിപ്പ് കഴുകിയിട്ട് ഞാൻ 1 കപ്പ് പരിപ്പെടുത്ത് നന്നായിട്ട് കഴുകി ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ നമ്മളിവിടെ വേവിക്കാൻ വയ്ക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഒരല്പം പുളി എടുത്തിട്ട് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. കാരണം അത് കുതിർന്നിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് പച്ചക്കറികൾ വേഗം അരിയാം. ഈ സാമ്പാറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ പച്ചക്കറി അരിയാൻ വേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതൊന്ന് നമ്മൾ പെട്ടെന്ന് അരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സാമ്പാർ നമുക്ക് ദേ പെട്ടെന്ന് റെഡിയാവും. ഇതേ ഞാൻ പച്ചക്കറി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആ വെന്തോ എന്ന് നോക്കാം പരിപ്പ്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആ പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ പുളി അവിടെ കുതിരാൻ വച്ചിരുന്നില്ലേ, ആ പുളി ഒന്ന് പിഴിഞ്ഞ് നീര് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് സാമ്പാർ പൊടിയാണ്, വേറെ വലിയ പൊടികളൊന്നും ചേർക്കേണ്ട. സാമ്പാർ പൊടി നേരിട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. 3 സ്പൂൺ സാമ്പാർ പൊടി ഞാനിവിടെ ചേർക്കണേ. പിന്നെ കൂടാതെ ഇച്ചിരി ഒരു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു, എന്നാലേ ഇച്ചിരി കൂടെ സ്വാദ് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1.5 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ വെള്ളമൊക്കെ ഇതിന് പാകത്തിനാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതിന് ഇച്ചിരി വെള്ളം കുറവുണ്ട്. കാരണം ഈ വെള്ളം കുറവാണെങ്കിൽ സാമ്പാർ റെഡി ആയി കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇതിന് ഇച്ചിരി വെള്ളം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിനി കടുക് താളിക്കാൻ പോണേ. അപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് താളിച്ച് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ താമസമൊന്നുമില്ല. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ നമ്മളൊന്ന് വേവിക്കണം. ഈ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ 3 വിസിലടുപ്പിക്കണം, എന്നാലേ അത് വേവുള്ളൂ. അപ്പോൾ 3 വിസിലടിച്ചിട്ട് നമ്മൾ ഒന്ന് തുറന്ന് നോക്കുവാണ്. നമ്മുടെ നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാവും. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നൊരു സാമ്പാറാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.